ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. ഇതൊക്കെ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യമാണ്. സമാനെ വേറെ ആരെങ്കിലും കെട്ടിപ്പിടിക്കുക എന്നുള്ളത്. കാരണം ഓന് ഫുൾ ടൈം ഇനിയും കെട്ടിപ്പിടിച്ചിട്ടാട്ടോ രാത്രി ഉറങ്ങൽ. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഓനറിയും. പക്ഷേ ഇന്നിപ്പോൾ എന്തോ അതാ ഞാൻ എണീച്ചപ്പോൾ ഓൻ്റെ ദീദീനെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. പിന്നെ ഞാൻ വേഗം ഫ്രഷായി നേരെ കിച്ചണിലേക്ക് വന്നിട്ടോ. ഇന്നലെ രാത്രി ഞാൻ ദോശമാവിനുള്ളത് അടിച്ച് വെച്ചിട്ടുണ്ടേനും. അത് 2 പാത്രത്തിലാക്കി 2 ദിവസത്തേക്കുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. കാരണം ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടേനു. അപ്പം ഞാനതിന് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നീർദോശക്കുള്ള പച്ചരി കൂടി പുതർത്താൻ വേണ്ടി വെച്ചിട്ടോ. രാവിലെ അടിച്ചാൽ മതിയല്ലോ. ഇവിടെ ദോശൻ്റെ കൂടെ ചിക്കൻ കറി എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ചിക്കൻ റോസ്റ്റൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ. ചിക്കൻ കറി ദോശൻ്റെ കൂടെ എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നീർദോശ ഉണ്ടാക്കാൻ വിചാരിച്ചത്. നീർദോശയും ചിക്കൻ കറി, നീർദോശ ബീഫ് കറി ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഞാൻ പച്ചരിയിലേക്ക് കുറച്ച് അധികം തേങ്ങ എടുത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചില സമയത്ത് കുറച്ച് നല്ല ജീരകവും ചെറിയുള്ളിയും കൂടി ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ജീരകവും ചേർത്തില്ല, ചെറിയുള്ളിയും ചേർത്തില്ല. അങ്ങനെ അതാ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഇവിടെ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞത് എസക്കും ഇസാൻക്കും പറ്റുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇസാൻക്ക്. എസനെ പിന്നെ നമ്മൾ നല്ല ടേസ്റ്റിൻ്റെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ ഓൾ കഴിക്കും. പക്ഷേ ഇസാൻ അങ്ങനെയല്ല. ഇസാൻ എന്ത് പറഞ്ഞാലും ഓനക്ക് തോന്നണം, എന്നാലേ ഓൻ കഴിക്കുള്ളൂ. പക്ഷേ ഓനക്ക് ഈ ഒരു ദോശ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഓനക്ക് രാവിലെ തന്നെ ഈ ഗോതമ്പിൻ്റെ പത്തിരിയൊക്കെ കഴിക്കുന്നതിൽ വലിയ താല്പര്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ദോശ ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കണ്ടില്ലേ, നേരത്തെ കെട്ടിപ്പിടിച്ചിരുന്ന ആൾ ഞാൻ എണീറ്റ് വന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഓൻ്റെ ബാക്കിൽ എണീറ്റ് വന്നിട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ ദോശ ഫ്ലോപ്പായിട്ടോ, പാനിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് വരുന്നില്ലേനു. പിന്നെ അതിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇതാ വീണ്ടും ചുട്ടെടുത്തപ്പോൾ ഇതാക്കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ദോശ ഉണ്ടാക്കലും കഴിക്കലും ആവണം കേട്ടോ. മീൻസ് ഉണ്ടാക്കി കുറേ നേരം വെക്കരുത്, ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. പിന്നെ ഞാനിതാ അവലിൽ വെച്ചിട്ട് ഇന്നലത്തെ ചിക്കൻ കറിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അരി കഴുകി അങ്ങനെ കുക്കാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുന്ന നേരം കൊണ്ട് അത് നല്ലപോലെ തിളച്ചിട്ടുണ്ടാവും. പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ അതാ ഞാൻ 3 പ്ലേറ്റ് എടുത്ത് എല്ലാവർക്കും ഒരേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എസക്കും ഇസാൻക്കും സമാൻക്കും. സമാൻ്റെത് പിന്നെ വേറൊരു പ്രഹസനാണ്. ഓനക്ക് തോന്നിയാൽ ഓന് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഓൻ കഴിക്കില്ല. പക്ഷേ ഇവർക്ക് കൊടുക്കുമ്പോൾ അതേപോലെ ഓനക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓന് വൻ പ്രശ്നമാക്കും. ഓരോ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങി അങ്ങനെ അവൻ ഫുൾ അവിടെ അലമ്പാക്കും. ഇനിയിപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്.